ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഒരിക്കലും നടക്കാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നടക്കുക എന്നുള്ളതാണ്. ആദരണീയനായ ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിച്ചപ്പോൾ നമുക്കെല്ലാം വലിയ ഒരു സ്വപ്നങ്ങൾ കൂടി നൽകിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്തിയത്. ഇതൊരു സാധാരണ മെഡിക്കൽ കോളേജ് അല്ല, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണെന്നുള്ള കാര്യം. കാരണം സമീപത്തൊന്നും തന്നെ അത്രമാത്രം മികച്ച ജിപ്മർ പോലെയൊക്കെ സൌകര്യങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് വരിക, ഇതിനെ നമുക്കൊരു സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. കേവലം ചികിത്സ മാത്രമല്ല, വല്യൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെയുമൊക്കെ തന്നെ ഗവേഷണങ്ങൾ നടക്കുന്ന, ആധുനിക ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റണം. തീർച്ചയായിട്ടും അതിനുള്ള പ്രാപ്തി നമ്മുടെ പ്രിയങ്കരനായ MLA-ക്കും ബഹുമാന്യനായ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഹരിപ്പാട് 3 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ എല്ലാം തന്നെ സമ്പൂർണ്ണമായി മാറി ഒരു മെഡിക്കൽ കോളേജ്, കെട്ടിടങ്ങളെല്ലാം വരുന്നൊരു മെഡിക്കൽ കോളേജായി മാറും. ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും ഈ പ്രദേശത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന അത്യുജ്വലമായ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയി ഈ മെഡിക്കൽ കോളേജ് മാറുമെന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യം, ഇവിടെ സംസാരിച്ച എല്ലാ ജില്ലയിലും നമുക്കൊരു മെഡിക്കൽ കോളേജ് വേണം. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇനി വളരെയധികം വർദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഡോക്ടർമാരെ കിട്ടാനില്ല. അപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നത്, കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ ക്ഷണിച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് 3 തവണ അവിടുത്തെ മുനിസിപ്പാലിറ്റി ഇന്റർവ്യൂവിന് ക്ഷണിച്ചിട്ട് ഒരാൾ പോലും ആപ്ലിക്കൻസ് ഇല്ല. ആപ്ലിക്കൻസ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് അത്രയും ഡിമാൻഡാണ്. ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചികിത്സാ സഹായങ്ങളിൽ 100 കണക്കിനാണ് ക്യാൻസർ പേഷ്യൻസിന്റെ, ഒരു പനി വരുന്നത് പോലെ തരത്തിൽ 100 കണക്കിന് അപേക്ഷകൾ മുമ്പിൽ വരികയാണ്. കായംകുളത്തെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ കണക്കെടുത്തപ്പോൾ 104 ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് അവിടെ. 104 പേർ അവിടെ ഡയാലിസിസ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൃക്ക രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, നമുക്കറിയാത്ത നിരവധി രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ച് കൂടുതൽ ഡോക്ടർമാരെ സൃഷ്ടിക്കുകയും അതിൽ സംവിധാനത്തിലും മാറ്റം ഉണ്ടാകണം. എന്തുകൊണ്ട് ഇത് കണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് വലിയ ഗവേഷണം ആവശ്യമുണ്ട് മിനിസ്റ്റർ. നമുക്ക് വലിയ തോതിൽ ഈ ജീവിതശൈലി കൊണ്ടാണോ ഈ ക്യാൻസർ ഇത്രമാത്രം വ്യാപിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? അതിപ്പം തീരദേശത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പൊ കൈനഗിരി ചെന്നാൽ കുട്ടനാട്ടിൽ വലിയ തോതിൽ വ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പൊ കായംകുളം നിയോജകമണ്ഡലത്തിൽ എനിക്കറിയാവുന്നതിന്റെ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഹരിപ്പാട് വളരെയധികം കൂടുതൽ. അപ്പൊ നമ്മുടെ നാട്ടിലാകമാനം ക്യാൻസർ ഉൾപ്പെടെ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഡയാലിസിസ്, വൃക്ക ഫെയിലിയർ എന്തുകൊണ്ട് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഞാൻ ഹരിപ്പാടിന്റെ അനുമതിയോടുകൂടി തന്നെ കായംകുളത്തിന്റെ ചില ആവശ്യങ്ങളോടുകൂടി നമ്മുടെ ആരോഗ്യമന്ത്രിയോട് പറയുകയാണ്. കാരണം അത്രയ്ക്ക് വന്നിരിക്കുകയാണ്. കായംകുളത്ത് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഇപ്പം നമ്മള് ബജറ്റിൽ അവിടെ ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങണം. ഇപ്പം മെഡിക്കൽ കോളേജ് നമ്മളിവിടെ തുടങ്ങുമ്പോൾ അവിടെ ഒരു നഴ്സിംഗ് കോളേജ് അവിടെ തുടങ്ങണം എന്നൊരു കാര്യം ഞാൻ മുന്നോട്ട് വെച്ച് ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിലവിലെ 127 തസ്തികകളാണുള്ളത്. അവിടെ പുതിയ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നു. 150 ഉണ്ട്. 127 എണ്ണം കൂടെ ഇനി വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ ഈ കോവിഡ് വന്ന സമയത്ത് അവിടെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും 50 ബെഡിന്റെ സൌകര്യം അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് 50 ബെഡില്ല. ഈ 50 ബെഡുകളുണ്ടെങ്കിൽ മാത്രമേ 200 ബെഡ് തികഞ്ഞ് നമുക്കൊരു നഴ്സിംഗ് കോളേജ് അവിടെ തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. ഞങ്ങൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനം നോക്കിയപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് 200 ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്കൊരു 50 ബെഡ് കൂടി വർദ്ധിപ്പിച്ചു തന്നാൽ അടിയന്തരമായി തന്നെ നഴ്സിംഗ് കോളേജിന്റെ നമുക്ക് സഹകരണ മേഖലയിലെ കേപ്പിന്റെ അതൊരു ബെഡിന്റെ ഒരു വിഷയമുണ്ട്. നമുക്ക് ഇത് കണക്റ്റഡ് ആയ ഹോസ്പിറ്റലിൽ 200 ബെഡ് വേണം. അപ്പൊ നമുക്ക് അവിടെ 150 ഉള്ളൂ. HMCക്ക് നമുക്ക് അത്തരത്തിൽ ആലോചിക്കാം തീർച്ചയായിട്ടും. അപ്പൊ അതിനുള്ള പ്രാരംഭം ഞാനൊരു ഇതിൽ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അവിടെ 5 ഡോക്ടർമാർ നിലവിലില്ല. അവിടെ പീഡിയാട്രീഷ്യൻ ഇല്ല, ഗൈനക്കോളജിസ്റ്റ് ഇല്ല, പറഞ്ഞു. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യും. നമുക്കൊരു 5 ഡോക്ടർമാരുടെ ഈ വേക്കൻസി ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതോടൊപ്പം മറ്റ് നിരവധി ആവശ്യങ്ങളുണ്ട്. ഞാനിപ്പോ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് നമ്മുടെ ബഹുമാന്യനായ ആരോഗ്യമന്ത്രിയോട്
ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിലുള്ള ആക്ഷൻ അപ്പോൾ തന്നെ സ്വീകരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഇപ്പൊ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർമാർ യഥാർത്ഥത്തിൽ നമുക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകണമായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്ത് സംസാരിച്ച് വിത്തിൻ അവേഴ്സ് അവിടെ ഫോറൻസിക് സർജനെ നിയമിച്ചു, വർക്കിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ആലപ്പുഴയിലേക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കി കിട്ടി. കായംകുളത്തെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പം അദ്ദേഹം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മേധാവിയെ മാറ്റാനെടുത്തൊരു തീരുമാനം, അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥർ. ആ സർക്കാരിന്റെ നയങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെച്ചുപൊറുപ്പില്ല എന്നൊരു ഭരണാധികാരി പറയുന്നത് നട്ടലുള്ളതും തീരുമാനമെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അത് വളരെ കൃത്യമായിട്ട്, അതല്ലാതെ ഒരു പ്രതിച്ഛായ ഭയം അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്നോട്ടെ അവരിനി ഒന്നും പറയണ്ട, അവരിനി കോടതി പോകണ്ടെന്ന് പറയുന്നതിന് പകരം ഈ സർക്കാരിനൊരു നയമുണ്ട്, ആ നയം ജനോപകാരപ്രദമാണ്, അത് തടയാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലാതെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരവിടെ വേണ്ട എന്ന് പറയാനുള്ള ആംബിയറുള്ള ഒരാളായതുകൊണ്ടാണ് നമുക്കിത് പറയാൻ കൂടുതൽ സന്തോഷം. ഏറ്റവും ആദരണീയനായ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ പ്രവർത്തനങ്ങളുമൊക്കെ നമുക്കതിന് ഒരു മാതൃകയായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിന്റെ, ആലപ്പുഴ ജില്ലയുടെയും കേരളത്തിന്റെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു സുവർണ കിരീടമായി ഹരിപ്പാട് മെഡിക്കൽ കോളേജ് മാറും എന്ന് നമുക്കെല്ലാം ഉറപ്പാണ്. എല്ലാ ആശംസകളും നേരുന്നു.